എൻ്റെ ലൈഫിൽ ഞാൻ തകരണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ തകരാം. I was in the court for 15 days and those 15 days from morning till കുറച്ച് ആളുകള് ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അവനവൻ തന്നെയാണ്. ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു. എന്തിന്? എന്താണ് പ്രശ്നം? ഹായ് എവരിവൺ, ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ക്ലിപ്പ് ഞാനിപ്പോൾ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എന്ത് നീതിയാണ്? ഒരു പെൺകുട്ടിയെ കാറിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് 6 അംഗ സംഘം ക്രൂരമായി പീഡിപ്പിക്കുന്നു. പെൺകുട്ടി അമ്മ അമ്മ എന്ന് അലറിക്കരയുമ്പോൾ ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യം വീഡിയോ ചെയ്യുന്നു. ഈ പൾസർ സുരി എന്ന് പറയുന്ന ഈ ചെറ്റ തെമ്മാടിത്തര ഈ പറയുന്ന 6 അംഗ സംഘം ചെയ്യുന്നു. അവരെ കോടതിയാകട്ടെ ശിക്ഷിച്ചത് വെറും 13 വർഷമാണ് പൾസർ സുനിക്ക് ജയിൽവാസം എന്ന് പറഞ്ഞത്. എന്ത് സന്ദേശമാണ് കോടതി നമുക്ക് തരുന്നത്? അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്, നാളുകളിൽ ക്രിമിനലുകൾ കൂടും. കേരളത്തിലുള്ള നാനാഭാഗത്തും പെൺകുട്ടികളെ കാറിൽ കയറ്റി പീഡിപ്പിക്കും. നിയമം അവർക്കൊപ്പമാണ്, കോടതി അവർക്കൊപ്പമാണ്, അങ്ങനെ ജീവിക്കും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും പെൺകുട്ടികൾക്ക്. ഞാൻ പറയുകയാണ്, ഓരോ മലയാളികളും റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് സമരം ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഒരു പെണ്ണിനും അങ്ങനെ ഒരു ഗതി വരരുത്. പൾസർ സുനിക്കും സംഘത്തിനും എന്ത് ചെറിയൊരു ശിക്ഷയാണ് കോടതി കൊടുത്തത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് അതിജീവിത പറയുന്ന ഓരോ വാക്കും നിങ്ങൾ കേൾക്കണം. ആദ്യം ഇംഗ്ലീഷിലാണ് അതിജീവിത പറയുന്നത്, അതിനുശേഷം മലയാളത്തിൽ പറയുന്നുണ്ട്. ദിലീപിൻ്റെ ഭാഗം പറയുന്നുണ്ട്. മഞ്ജു വാര്യരുടെ ഭാഗം പറയുന്നുണ്ട്. അതിനുശേഷം ഒരു അപ്പൂപ്പൻ ദിലീപിന് തെറിയോട് തെറി വിളിക്കുന്നുണ്ട്. ദിലീപിന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരം ആ അപ്പൂപ്പനെതിരെ ദിലീപ് കേസ് അടക്കം കൊടുക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, I was in the court for 15 days and those 15 days from morning till evening, each and every second of it, I was sitting in that court trying to prove that I didn't do anything wrong, that I am innocent. I am not the one who should be sitting here. That sitting in that court for 15 days, facing 7 different lawyers and their questions and cross-examination and examination and all that. That's when I felt that it's my fight, it's my battle. At the end of the day, I have to be in the court and fight it out. That I almost felt like it is like me versus the world. I was fighting it. So that's when I realized that I'm a survivor. I'm not a victim anymore. That I could survive this, and I am not just standing up for myself, but also for the dignity of all the girls who will come after me. And if you ask me personally, I will tell you from my journey that I would rather give a very strong fight without worrying the outcome than seeing such people walk away as if they did nothing wrong. So I'll do that. Yeah. I'll give a strong fight. Yeah. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇത് മനസ്സിലായിരിക്കും. അതിജീവിത അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, മലയാളത്തിൽ പറയുന്ന ചെറിയൊരു ക്ലിപ്പുമുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ തകരണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ തകരാം. മറ്റുള്ളവർ ഞാൻ തകരണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ തകരില്ല. സിനിമ ഇല്ലാതായതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പേര് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടോ എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കില്ല. ഒരു പക്ഷെ എൻ്റെ പ്രൊഫഷൻ ഇല്ലാതാവുമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എൻ്റെ തൊഴിൽ. അല്ലാതെ എൻ്റെ തൊഴിലിൻ്റെ ഒരു ചെറിയ ഭാഗമല്ല എൻ്റെ ജീവിതം. നോക്കൂ പ്രേക്ഷകരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു ഗതി വരല്ലേ എന്ന് ഞാൻ പറയുകയാണ്. 6 അംഗ സംഘം കാറിനകത്തിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് പെൺകുട്ടി നിയമ നടപടിക്ക് പോകുമ്പോൾ നിയമം പെൺകുട്ടിയെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം പറയുകയാണ്, കോടതി വിധിയോട് ഞാൻ യോജിക്കുന്നു. എങ്ങനെയെന്നല്ലേ? അതായത് കേസ് അട്ടിമറിച്ചതാണ് മക്കളെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കോടതി ശിക്ഷിക്കണമെങ്കിൽ കോടതിക്ക് മതിയായ തെളിവ് വേണം. ഇവിടെ എനിക്ക് ചെറിയ സംശയമുണ്ട്, അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ച വക്കീലന്മാർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണോ എന്ന്. തെളിവുകളൊക്കെ മുക്കിയിട്ട് പൈസ മേടിച്ചിട്ട് തെളിവൊക്കെ മുക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ എതിരിൽ, അതായത് നമ്മുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഇത്തിരി അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം ക്രൂരമായ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുമ്പോൾ ഈ പ്രതികളെ വെറുതെ വിടുകയാണ്. ദിലീപ് പ്രതിയല്ല എന്നാണ് കോടതി പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ പൾസർ സുനി അടങ്ങുന്ന 6 പേരെ വെറുതെ വിട്ട ഒരു ചെറിയ ശിക്ഷ കൊടുത്തത് എന്തിനെന്ന് ഞാൻ ചോദിക്കുകയാണ്. ജീവപര്യന്തം എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? അതിൻ്റെ അർത്ഥം കോടതിയിൽ മതിയായ തെളിവ് എത്തിയിട്ടില്ല. തെളിവൊക്കെ ആരോ മുക്കിയിട്ടുണ്ട് എന്നാണ്. നമുക്കെന്തായാലും ദിലീപിനെ ഒരു അപ്പൂപ്പൻ തെറി വിളിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു. എന്തിന്? എന്താണ് പ്രശ്നം? ദിലീപ് ഈ കേസിൽ നിരപരാധിയോ അല്ല എന്നുള്ളതാണ് സത്യം. പൾസർ സുനിയും അതിജീവിതയും തമ്മിൽ ഒരുവിധമായ മുൻവൈരാഗ്യങ്ങളുമില്ല. അങ്ങനെയെങ്കിൽ പൾസർ സുനി ആർക്ക് വേണ്ടി ഈ കൃത്യം നിർവഹിച്ചു? അതിനായിരുന്നു കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത്. അവിടെയാണ് അന്വേഷണ സംഘത്തിന് പിഴച്ചത്. നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്ത
ആളിനേക്കാൾ ശിക്ഷ അർഹിക്കുന്നത് കുറ്റം ചെയ്യിച്ച ആളാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപ് എങ്ങനെയാണ് 8ാം പ്രതിയായി മാറിയത്? ദിലീപിനെ രക്ഷിക്കുക എന്നുള്ളത് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ നടന്നിരുന്നു. അതുകൊണ്ടാണ് ദിലീപ് 8ാം പ്രതിയായി മാറിയത്. ഇല്ലെങ്കിൽ ദിലീപ് 1ാം പ്രതിയോ 2ാം പ്രതിയോ ആകേണ്ടതാണ്. ഈ കേസിൽ പൾസർ തുനി മറ്റാർക്കും വേണ്ടിയല്ല ഈ കുറ്റകൃത്യം നടത്തിയത് എന്ന് വളരെ വ്യക്തമായി ഈ കേസിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം വേറെ ആരുടെയും പേരുകൾ ഈ കേസിൽ ഒരിടത്ത് പോലും പറയപ്പെട്ടില്ല. എങ്കിൽ പിന്നെ ഈ കൃത്യം പൾസർ സുനി നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു. ഒരു കൃത്യം നടക്കുമ്പോൾ അതൊരു കൊട്ടേഷൻ ആണെങ്കിൽ തീർച്ചയായും അതിനൊരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസറുടെ പേര് ദിലീപ് എന്നല്ലാതെ മറ്റൊരിടത്തും വേറെ ആരുടെയും പേരുകൾ പറയുന്നുമില്ല. പൾസർ സുനിയുടെ മൊഴിയിൽ ദിലീപ് എന്ന വ്യക്തി മാത്രമേ അയാൾ പറയുന്നുമുള്ളൂ. എങ്കിൽ പിന്നെ ആരാണ് കുറ്റവാളി? പൾസർ സുനിയും ദിലീപും തമ്മിൽ മുൻ വൈരാഗ്യങ്ങളില്ല. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളുമാണ്. അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ പൾസർ സുനി എന്തിന് ദിലീപിന്റെ പേര് പറയണം? ഇതിൽ ദിലീപും കുറ്റക്കാരനല്ലെങ്കിൽ ദിലീപിന്റെ പേര് ഒരു കാരണവശാലും പൾസർ സുനി പറയില്ല. ഈ കേസിലെ അതിജീവിതയും പൾസർ സുനിയും തമ്മിൽ ഒരുവിധമായ വൈരാഗ്യങ്ങളുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ദിലീപും ഈ അതിജീവിതയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യവും കേസിൽ വ്യക്തമാണ്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ദിലീപിന്റെ കൈ അത്ര ശുദ്ധമല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കോടതി വിധി പറഞ്ഞ കേസിൽ നമ്മൾ വിധി പറയുന്നത് ശരിയല്ല. എന്നാൽ അതിജീവിതയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട്. ഈ കോടതി ഒരു അവസാന വാക്കല്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ കോടതിയിലും പ്രതിക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. പൊന്നുപ്രേക്ഷകരെ, ആദ്യം ഞാൻ വിചാരിച്ചത് ദിലീപ് ഈ കേസിൽ പ്രതി അല്ല എന്നാണ്. പക്ഷേ ഇന്നത്തെ വിധി വന്നതോടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് കേസ് അട്ടിമറിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. കോടതിക്ക് ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള തെളിവ് വേണം. ഇവിടെ ഈ പൾസർ സുനി അടങ്ങുന്ന 6 പേർക്ക് ഇപ്പം ചെറിയ ശിക്ഷയല്ലേ കൊടുത്തത്? അതിൻ്റെ അർത്ഥം വലിയ ഭീമമായ തെളിവ് അവിടെ എത്തിയിട്ടില്ല എന്നാണ്. നമുക്ക് അതായത് കോടതിയെ വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല. കോടതിക്ക് മുമ്പിൽ തെളിവെത്തിയാലേ ഇപ്പൊ ജഡ്ജി, ഞാനൊരു പേര് ഒരുത്തനെ കൊല്ലുകയാണ്, ഒരു എക്സാമ്പിളാണ്, അങ്ങനെ ഒരിക്കലും എത്തിക്കല്ലേ, ഞാൻ പറയുകയാണ്. ഞാനൊരുത്തനെ കൊല്ലുന്നു, ജഡ്ജി കണ്ണോട് കാണുന്നു. ഒരു എക്സാമ്പിൾ, ജഡ്ജി കണ്ണോട് കണ്ടതിന് ശേഷം എന്നെ ഇങ്ങനെ വിധി പറയാനായിട്ട് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ വക്കീൽ നല്ല പവറൊക്കെ കൊടുത്തിട്ട് തെളിവൊക്കെ എല്ലാ തെളിവും നശിപ്പിച്ചതിന് ശേഷം ജഡ്ജിക്കറിയാം ആരെ കൊന്നത്, ഞാൻ കൊന്നതെന്ന്, അതായത് എവിടെയോ കണ്ടിട്ടുണ്ട് ജഡ്ജി. പക്ഷെ തെളിവില്ലെങ്കിൽ ജഡ്ജിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റൂല. ഞാൻ കണ്ടിന്യൂ ജഡ്ജി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. കണ്ട പ്രൂഫ് വേണം, ഒന്നെങ്കിൽ കാണുന്ന വീഡിയോ വേണം. അങ്ങനെയുള്ള പ്രൂഫ് ഇവിടെ നശിക്കപ്പെട്ടിനു. വലിയൊരു, അതായത് ഞാൻ വിചാരിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ ഈ പറയുന്ന നടിക്ക് വേണ്ടി ആരാണോ കേസ് വാദിച്ചത് അവർ തന്നെ പൈസ മേടിച്ചിട്ട് പണിഞ്ഞതാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഓക്കെ, തെളിവൊക്കെ അവർ തന്നെ ഇല്ലാതാക്കിയതാണോ എന്ന് എനിക്ക് പേഴ്സണലി ചെറിയ രീതിയിൽ സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും മേൽക്കോടതിക്ക് ഈ കേസിനെ എത്തിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതിക്ക് പോകണം, സുപ്രീം കോടതിക്ക് പോകണം. അതിനുശേഷം അതിജീവിതക്ക് നീതി കിട്ടുന്നത് വരെ പോരാടണമെന്ന് ഞാൻ പറയുകയാണ്. അതിനുശേഷം ഒരു പോയിന്റും കൂടി ഞാൻ പറയുകയാണ്. ഈ കേസിൽ ദിലീപ് കുറ്റവാളി അല്ലെങ്കിൽ ദിലീപ് നാളെ മുതൽ കേസ് കൊടുക്കണം. അതായത് എന്തിന് ദിലീപ് എങ്ങനെ ഇതിൽ പ്രതിയായി, ആരാണ് ദിലീപിനെ കുടുക്കിയത്, അതിനൊക്കെ ഉത്തരം ദിലീപ് പറയണം. ദിലീപ് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ദിലീപ് പ്രതിയെന്ന് ഞങ്ങൾ കണക്കാക്കും. അതായത് ദിലീപ് ഈ കേസിൽ, അതായത് ദിലീപ് ഉറപ്പുണ്ടെങ്കിൽ, ദിലീപിന് 100% ദിലീപ് പ്രതിയല്ല, ദിലീപിന് ഇതിൽ പെട്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാളെ ദിലീപ് മാനനഷ്ടത്തിന് കേസും കൊടുക്കണം. അതിനുശേഷം ദിലീപ് ആരാണ് ദിലീപിനെ കുടുക്കിയത്, ദിലീപിനെ കൊടുക്കുന്നതിന് ആരുടെ ഗൂഢാലോചനയാണുള്ളത്, അതിനെക്കുറിച്ചും ദിലീപ് കേസ് കൊടുക്കണം. അന്നെങ്കിലേ ഇത് ശരിയാവത്തുള്ളൂ, അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും മഞ്ജു വാര്യർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇത് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെയൊക്കെ അവനവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അവനവൻ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഫോഴ്സ് നമ്മൾ വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിനൊരു സ്പാർക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് വലിയ ക്രെഡിറ്റ് ഒന്നും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അതിലൊന്നും അവനവൻ്റെ ഉള്ളിലെ ശക്തി തന്നെയാണ് ഏറ്റവും വലുത്. എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് ഈ ഒരു സ്നേഹവും ഇങ്ങനെയുള്ള വാക്കുകളിൽ നിന്നുമാണ് കേട്ടോ. ഈ പറഞ്ഞത് 100% സത്യമാണ്. അതായത് സ്വന്തം കാര്യം ചിന്താവുക. മക്കളെ, കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, അച്ഛനമ്മമാരുണ്ട്, ബ്രദർസ് ഉണ്ട്, ഇതൊന്നും പറയണ്ട. നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കൂ, അതിജീവിത 8 വർഷം കേസ്, 9 വർഷം കേസിന്റെ പിന്നാലെ ഓടി ദിലീപിനെ വെറുതെ വിട്ടു. ഞാൻ വിട്ടു, ഓക്കെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, ആക്സെപ്റ്റ് ചെയ്യാം, ഇദ്ദേഹം കുറ്റവാളി ആയിരിക്കില്ല, അങ്ങനെ കോടതി കണ്ടെത്തി. ഈ ചെറ്റകൾക്ക്, 6 അടങ്ങുന്ന ചെറ്റകൾക്ക് എത്ര ചെറിയ ശിക്ഷയാണ് കൊടുത്തത്? എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ് ആ വിധി വരുമ്പോൾ. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമടക്കം എനിക്ക് ഭയങ്കര സങ്കടം പോയി ആ പെൺകുട്ടിയെ ഓർത്തിട്ടാവും. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും ദിലീപ് കരയുന്ന ഒരു രംഗം കൂടിയുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ശരിക്കും
കുറച്ച് ആളുകൾ ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ 33 വർഷമായിട്ട് സിനിമയിൽ എന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൈയടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, അത് ദിലീപ് ഫാൻസ് മാത്രമല്ല. ദിലീപ് ഫാൻസിന്റെ സഹോദരങ്ങളെ കുറിച്ച് അതിലെനിക്ക് പറയാൻ വാക്കുകളില്ല, അത് വേറെ വിഷയം. കാരണം അത്രയേറെ എനിക്കൊരു പ്രശ്നങ്ങളുണ്ടായ സമയത്ത്, എല്ലാവരും വിട്ടുപോകേണ്ട സമയത്ത് എന്നോട് കൂടുതൽ അടുത്ത ആൾക്കാരാണ്. ഒരു കാര്യം പറയുകയാണ്, ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യാതെ ആരും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്. പക്ഷെ നിലവിലെ വാർത്ത കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈസ കൊണ്ട് കേസ് മറിച്ചതാണോ എന്ന് ചെറിയ സംശയമുണ്ട്. ആ സംശയം ഇല്ലാതാവണമെങ്കിൽ ദിലീപ് നാളെ തൊട്ട് കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആരാണ് ദിലീപിന്റെ പിന്നിൽ കളിച്ചത്, ദിലീപിനെ കൊടുക്കാൻ ആരാണ് ശ്രമിച്ചത്? ഇപ്പൊ ചുമ്മാ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിവിൻ പോളി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, മമ്മൂട്ടിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, മോഹൻലാലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? അപ്പോൾ ദിലീപിനെ മാത്രം നടിയെ ആക്രമിച്ച കേസിൽ ടാർഗറ്റ് ആവാൻ എന്താണ് കാരണം? ആരാണ് കുടിക്കത്? ദിലീപ് നാളെ കേസ് കൊടുക്കണം, ഇതിനെ അന്വേഷിക്കാൻ പറയണം. അന്നെങ്കിൽ ദിലീപ് പേടിച്ച് മിണ്ടായിരുന്നെങ്കിൽ ഇത് ദിലീപ് പൈസ കൊടുത്തിട്ട്, അതായത് പ്രോസിക്യൂഷനും നടിയുടെ പേര് വരുന്നുണ്ട്, അതാണ് ഭയങ്കര പ്രശ്നമാവുന്നത്. നടിക്ക് വേണ്ടി വാദിച്ച വക്കീലന്മാരെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അവന്മാരിപ്പോൾ നിങ്ങൾ ഇതാക്കണ്ട, മാധ്യമത്തിന് മുമ്പിൽ കരയുന്ന അതൊന്നും കണക്കാക്കണ്ട. വക്കീലന്മാരാണ്, പഠിച്ച കള്ളന്മാരാണ്. അവർ പൈസ മേടിച്ചിട്ട് തെളിവ് മുഖ്യതാണോ എന്ന് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊരു നല്ലൊരു അന്വേഷിക്കണം. ഈ വക്കീലന്മാരെ ആദ്യം ചോദ്യം ചെയ്യണം, അന്നെങ്കിൽ നമുക്ക് സത്യം ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ദിലീപ് നിങ്ങൾ എന്തായാലും ഇതിനൊരു കേസ് കൊടുക്കണം. ആരാണ് നിങ്ങളെ പ്രതിയാക്കാൻ കാരണം ആരാണ്? DGP R ശ്രീലേഖ ഒക്കെ പറഞ്ഞതാണ് ദിലീപ് ഈ കേസിൽ ഇൻവോൾവ് അല്ല എന്ന്. നമുക്ക് അതൊന്നും അറിയണമല്ലോ. അപ്പോൾ ദിലീപ് ഇതിനെ മുന്നേറണമെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. അതിജീവിതയ്ക്ക് ഇനിയെങ്കിലും നീതി കിട്ടട്ടെ. ഹൈക്കോടതി അടങ്ങുന്ന, സുപ്രീം കോടതി അടങ്ങുന്ന കോടതിക്ക് പോയി കഴിഞ്ഞാൽ പൾസർ സുനിക്ക് മിനിമം അയാൾ ചാവുന്നത് വരെയെങ്കിലും ജയിൽ ശിക്ഷ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.